വെള്ളത്തൂവലിൽ വീണ്ടും പുലിയുടെ സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി. പള്ളിവാസൽ സെഷൻ ഫോറസ്റ്റ് ഓഫീസ് പരിധിയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിൽ 9-ാം വാർഡിൽ ജോൺ എന്നയാളുടെ പുരയിടത്തിലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. നാളുകളായി പ്രദേശത്ത് അജ്ഞാത ജീവികളുടെ സാമീപ്യം ഉണ്ടെന്നറിയുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുലിയുടെ സമാനമായ കാൽപ്പാടുകൾ ഇപ്പോൾ കണ്ടെത്തിയത്. പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ് പരിധിയിൽ വെള്ളത്തൂവൽ പഞ്ചായത്ത് 9-ാം വാർഡിൽ ജോൺ എന്നയാളുടെ പുരയിടത്തിലാണ് പുലിയുടെ സമാനമായ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തിയിട്ടുള്ളത്. പ്രദേശവാസികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽദോസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗം മിശ്രി പരിയക്കുട്ടി സ്ഥലത്തെത്തുകയും വനംവകുപ്പിനെ ബന്ധപ്പെടുകയും ചെയ്തു. ഒരു ചെറിയ 1-2 ദിവസം മുമ്പ് സംശയാസ്പദമായ രീതിയിൽ വന്യജീവികളുടേന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കാണാനായിട്ട് ഇടയുണ്ടായി. അപ്പോൾ അത് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇവിടുത്തെ പ്രദേശവാസികൾ എന്നെ അറിയിക്കുകയും തുടർന്ന് ഇന്നും ഇതേ സാഹചര്യത്തിൽ കുറച്ച് അധികം കാൽപ്പാടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിനു മുമ്പ് ഒരു 5-6 മാസം മുമ്പ് ഈ ചെങ്കുളം ഭാഗത്തും കുത്തുവാറ ഭാഗത്തും ഒക്കെ ആടുകളെ ആക്രമിക്കുന്നതും ആയിട്ടുള്ളത് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജനങ്ങളുടെ ഭയാശങ്ക മാറ്റാനായിട്ട് നമ്മൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും അവർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ സമിതി അംഗങ്ങളായ കെ ബുൾബേന്ദ്രനും മിനി റോയും സ്ഥലത്തെത്തി കാൽപ്പാടുകൾ ശേഖരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് ഏതാണ്ട് 2 മണിയോടുകൂടി ഞങ്ങളെ വിളിക്കുകയും പ്രസിഡന്റിൻ്റെ വാർഡായ ഈ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഒരു പറമ്പിൽ ഒരാഴ്ച മുമ്പ് ഏതോ വന്യജീവികളുടെ കാൽപ്പാടാണ് എന്ന സംശയത്തിൽ അവർ ഇന്നും കണ്ടതിന് ശേഷം ഇവിടുത്തെ പ്രദേശവാസികൾ പ്രസിഡന്റിനെ വിളിച്ച് ഫോണിൽ ഈ വിവരം അറിയിക്കുകയും അപ്പോൾ ഇത് ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് കാൽപ്പാട് കാണുന്നതുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രസിഡന്റ് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ വരാനും ഈ കാൽപ്പാടുകൾ പരിശോധിച്ചു. അപ്പോൾ ഇത് പട്ടിയുടെ കാൽപ്പാടല്ല, ആടിൻ്റെയോ അങ്ങനെയുള്ള ജീവിയുടെയല്ല, ഏതോ ഒരു അജ്ഞാത വന്യജീവിയുടെ കാൽപ്പാടുകളാണ്. ഇതിന് പക്മാർക്ക് ഇട്ടിട്ടുണ്ട്. ഞാനപ്പോൾ തന്നെ ഇവിടുത്തെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ വിവരം അറിയിക്കുകയും ഇത് പരിശോധിച്ച് ഈ പക്മാർക്ക് ഞങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏത് ജീവിയുടെയാണെന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നതാണ്. അപ്പോൾ ഇത് കാൽപ്പാടുകൾ തുടർന്ന് കാണുകയും ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുകയും അതിനുശേഷം ആ ട്രാപ്പിൽ തെളിഞ്ഞാൽ കൂട് വെക്കുന്നതാണെന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വേണ്ട നടപടികളും കൈക്കൊള്ളുന്നതാണെന്ന് അറിയിക്കുകയും അവരിപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ രാവിലെയോ ഇവിടെ എത്തിച്ചേരുന്നതാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാൽപ്പാടുകൾ പരിശോധനയ്ക്ക് അയച്ചു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജക്കാട്.